എപ്പോഴും അങ്ങനെയൊന്നല്ല. ഇപ്പോൾ 2010 നമ്മൾ തൂത്തുവാരി നമ്മൾ ജയിച്ചു. കഴിഞ്ഞ പ്രാവശ്യം കോവിഡ് വന്നുകൊണ്ട് പല പെട്ടെന്നുള്ള തെരഞ്ഞെടുപ്പും നടക്കോ ഇല്ല എന്നുള്ള കൺഫ്യൂഷനും തയ്യാറെടുപ്പിലുണ്ടായ ചില അപാകതകളും ഒക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ ചെറിയ എന്നാലും 40-40% ലോക്കൽ ബോഡികൾ കേരളത്തിൽ ഭരിക്കുന്ന UDF ആണ്. അത് ഞങ്ങൾ 60-65 ഒക്കെ ആക്കും ഈ പ്രാവശ്യം. അത് 40% എന്നുള്ളത് അത് നിങ്ങൾ വിലയിരുത്തിയാൽ മതി. നേരത്തെ നിങ്ങളോട് എങ്ങനെയാണ് പെരുമാറിയെന്നും ഇങ്ങനെ ഒരു പാവം ഇരുന്ന് നിങ്ങളുടെ എല്ലാ ചോദ്യത്തിനും മറുപടി പറയാനല്ലേ. മറ്റേത് അതുപോലെ കിട്ടും. 50 മിനിറ്റ് പുള്ളി തന്നെ പറയും, 10 മിനിറ്റ് നേരത്തെ അറേഞ്ച് ചെയ്തേക്കണ ആളുകളെ കൊണ്ട് നിർത്തി ചോദിക്കും. നിങ്ങൾ ആരെങ്കിലും ഒരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിച്ചാൽ അദ്ദേഹം എണീറ്റ് പോകും. അതല്ലേ നിങ്ങൾ വിലയിരുത്തും മാധ്യമങ്ങളോട് അവരെങ്ങനെയാണ് പെരുമാറുന്നത്. ഞങ്ങൾ മാധ്യമങ്ങളോട് പരിഭവം പറയാറില്ല. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ല, പരിഭവമാണ് പറഞ്ഞത്, വിമർശനമല്ല. നിങ്ങളിങ്ങനെ കോൺഗ്രസിൻ്റെ കാര്യം ഇല്ലാത്ത വാർത്ത ഉണ്ടാക്കരുത്. നിങ്ങൾക്കൊന്നും കിട്ടിയില്ലെങ്കിൽ രാവിലെ നിങ്ങൾ ആകാശത്ത് നിന്ന് മറ്റേ ഭസ്മം ഉണ്ടാക്കണ പോലെ ഒരു വാർത്ത ഉണ്ടാക്കിയിട്ട് കോൺഗ്രസ് എതിരെ കൊടുക്കും. അതൊക്കെ നിങ്ങളൊന്ന് അവസാനിപ്പിക്കും. ഞങ്ങൾ വലിയ ഒരു നല്ല പ്രസ്ഥാനമായിട്ട് നല്ല ടീം വർക്കായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ വാർത്തകൾ ഊതിപ്പെരിപ്പിച്ച് എപ്പോഴും കോൺഗ്രസിൽ കുഴപ്പമാണ്, കോൺഗ്രസ് അതൊരു CPM നറേറ്റീവാണ്. കുറച്ച് ആളുകൾ നിങ്ങളതിനെ പ്രേരിപ്പിക്കുന്നുണ്ട് അങ്ങനത്തെ വാർത്തകൾ ഇടാൻ. കാരണം ഞങ്ങൾക്കെതിരായിട്ട് ഒരു നെഗറ്റീവും ഇല്ല. അപ്പോൾ പറയേണ്ടത് കോൺഗ്രസ് ഒരു കുഴപ്പമില്ല, അത് നിങ്ങൾ കണ്ടോ, വരുന്ന ദിവസങ്ങളിൽ കണ്ടോ. ഞാനീ പറയുന്നത് നിങ്ങൾ അടിവരയിട്ടുള്ളൂ. വരുന്ന ദിവസങ്ങൾ നിങ്ങൾ കണ്ടോ. അത്ര യുണൈറ്റഡ് ആണ് കോൺഗ്രസ്. ഞാൻ അത്തരം കാര്യങ്ങളിലേക്കൊന്നും കമന്റ് പറയുന്നില്ല. കാരണം അതൊക്കെ ആഭ്യന്തരമായിട്ടുള്ള കാര്യങ്ങളാണ്, ഞാൻ പറയില്ല അതിനെപ്പറ്റി. അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഞാൻ അതിനെക്കുറിച്ച് ഒന്നും ഒരു കമന്റും പറയുന്നില്ല. ഒരു കമന്റും ഞാൻ പറയുന്നില്ല. ഞാൻ സംഘടനാപരമായ കാര്യങ്ങൾ പറയാറില്ലല്ലോ, നിങ്ങളോട് പറയാറില്ലല്ലോ. അതേ നേരത്തെ കോൺഗ്രസ് വിട്ടുപോയതല്ലേ, ഇപ്പോഴല്ലല്ലോ, എത്രയോ 2016 പോയത് അല്ലേ. 2009 വർഷം മുമ്പ് കോൺഗ്രസ്, അതിനു മുമ്പ് കേരള കോൺഗ്രസ് ആയിരുന്നല്ലോ അദ്ദേഹം. കേരള കോൺഗ്രസിന്റെ ചെയർമാൻ അല്ലായിരുന്നു. ധാരാളം ആക്ഷേപങ്ങൾ പോലീസ് സേനയെ കുറിച്ചുണ്ട്. 4ാം വാർഷികത്തിൽ തിരുവനന്തപുരത്ത് ബിന്ദുവിന്റെ കേസ് മാത്രം മതിയല്ലോ പോലീസ് എങ്ങനെയാണ് പാവപ്പെട്ട സ്ത്രീകളോടും പാവങ്ങളോടും പെരുമാറുന്നതിന്റെ പ്രതീകാത്മകമായ കാര്യം. ഇപ്പൊ ഞാൻ മതിയല്ല, വേറെ ഇനിയൊന്നുമില്ല. UDFന്റെ അടിത്തറ ഉറപ്പായി വിപുലപ്പെടുത്തും. വിസ്മയങ്ങൾ ഉണ്ടാക്കുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും വരാനിരിക്കുന്ന ദിവസങ്ങളിൽ. പോരെ? അല്ല, അതൊന്നും പറയില്ലേ, അതൊന്നും ഞാൻ പറയില്ല. അത് ഞാൻ നേരിട്ട് അദ്ദേഹത്തെ ആശംസിച്ചു. ഫോണിൽ വിളിച്ച് അദ്ദേഹത്തിന് പിറന്നാൾ ആശംസകൾ, ജന്മദിന ആശംസകൾ നേർന്നു. ആയുസ്സും ആരോഗ്യവും കൂടുതലുണ്ടാകട്ടെ എന്നൊക്കെ നേർന്നു. അതങ്ങനെ വേണ്ടേ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ അദ്ദേഹം. ഏതെനിക്ക് മനസ്സിലായില്ല. മുഖ്യമന്ത്രിയോട് എന്തെങ്കിലും കാര്യം നേരിട്ട് പറഞ്ഞാൽ അദ്ദേഹം കേൾക്കുകയും നടപ്പാക്കാൻ കഴിയുന്ന കാര്യമാണെങ്കിൽ നടപ്പാക്കുകയും പറ്റില്ല. അല്ല, അത് ചില വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തോട് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഞാൻ നേരിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം വളരെ റിസപ്റ്റീവാണ്. അദ്ദേഹത്തിന് ചെയ്യാൻ സംഘടനാപരമായും മറ്റു കാര്യങ്ങൾ കൊണ്ടും ഇല്ലാത്ത കാര്യങ്ങൾ മിണ്ടാതിരിക്കും, അല്ലെങ്കിൽ ചെയ്യില്ല. അത് സ്വാഭാവികമല്ലേ. ഏത് മുഖ്യമന്ത്രിയാണെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ, ഇപ്പോൾ കാശ്മീരിൽ യുദ്ധം ഉണ്ടായി, അപ്പോൾ എന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ വിളിച്ചു. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, എന്നിട്ട് പറഞ്ഞ് ഇന്ന സ്ഥലങ്ങളിൽ നമ്മുടെ കുട്ടികളുണ്ട്, മറ്റ് സംസ്ഥാനങ്ങളിലെ ആളുകളെ ഇവാക്യുവേറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങ് ഇടപെട്ട് അടിയന്തരമായിട്ട് ഡൽഹിയിലെ റെസിഡന്റ് കമ്മീഷണറേയും മറ്റവരെ ഇടപെട്ടിട്ട് അവിടെ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യണം, ആ കുട്ടികളെ കേരളത്തിൽ കൊണ്ടുവരാനുള്ള നടപടികൾ ചെയ്യും, ഉറപ്പായിട്ട് ചെയ്യാം, ഞാൻ ബന്ധപ്പെടാമെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ദൈനംദിനമായ കാര്യങ്ങളിൽ പ്രതിപക്ഷ നേതാവെന്ന് ഇപ്പോൾ വയനാട് ദുരന്തം ഉണ്ടായി, ഞാൻ എത്രയോ പ്രാവശ്യം അദ്ദേഹത്തെ വിളിച്ചു. അതൊക്കെ ചെയ്യണ്ടേ. ഞങ്ങൾ പോസിറ്റീവായിട്ടുള്ള മുഴുവൻ പിന്തുണയും കൊടുത്തു. എന്നിട്ട് അദ്ദേഹം വാർഷികത്തിൽ പ്രതിപക്ഷം എല്ലാ വികസനത്തെയും പാരവെച്ചെന്ന് പറഞ്ഞത് അത് അദ്ദേഹം ചെയ്ത് തെറ്റാണ്. പ്രതിപക്ഷം ഏറ്റവും ശക്തിയായി എതിർത്തേക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, ഏതാ? കേരളം. അത് ഞങ്ങൾ ഇപ്പോഴും പറയുന്നത്.
അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഏത് വികസന പദ്ധതിക്ക് ഞങ്ങൾ ഈ CPM നടത്തുന്ന മാതിരി സർക്കാർ ഹർത്താൽ നടത്തിയിട്ടുണ്ട്. നാട് കുട്ടിച്ചോറാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഞങ്ങളുടെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? ക്രിയാത്മകമായ സഹകരണം ആവശ്യമുള്ള കാര്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒന്നും ചെയ്യല്ല സർക്കാർ, ഒന്നും ചെയ്യണില്ല. ഒന്നും ചെയ്യാത്തപ്പോൾ പറയണ്ടേ? ഞാൻ പറഞ്ഞു സർക്കാരില്ലായ്മയാണ് ഈ സർക്കാരിൻ്റെ മുഖമുദ്ര. ഇപ്പോൾ പിള്ളേരുണ്ടായപ്പോൾ സർക്കാരിനെ കാണാനില്ല. സർക്കാരില്ലായ്മ, ഒരു സ്ഥലത്തും സർക്കാരുണ്ടെന്നുള്ളൊരു ഫീലിംഗ് വരുന്നില്ല. അതാണ് പ്രശ്നം.